Hi students, today we are going to learn new chapter vectors. You have already studied about scalars. Quantities having only magnitude are called scalars. Examples are mass, time, distance, speed, area, volume, etc. Now we will see the definition of vectors. Quantities having both magnitude and direction are called vectors. Examples are displacement, velocity, acceleration, force, etc. Now we will see how to represent a vector. A directed line segment is used to represent a vector. Suppose A is the initial point and B is the terminal point. Then it is denoted by vector AB or simply vector A. Magnitude of vector AB is denoted by the symbol magnitude of vector AB or magnitude of vector A or simply A. The arrow indicates its direction. The distance between A and B is the magnitude of vector AB. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വെക്റ്റർ എ ബി ഡിനോട്ട് ചെയ്യണത് സിമ്പൽ യൂസ് ചെയ്യണത് ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടണത് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ഡയറക്ഷൻ ഡിനോട്ട് ചെയ്യാൻ ആണ് ആരോ മാർക്ക്. അപ്പോൾ വെക്റ്റേഴ്സിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആൻഡ് അതിൻ്റെ സിമ്പലും അറിയണം. പിന്നെ ഡയറക്ഷൻ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ ആരോ മാർക്ക് ഇടുന്നത്. വെക്റ്റർ രണ്ട് തരത്തിൽ ഡിനോട്ട് ചെയ്യാം. ഇനീഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റും വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനാണെങ്കിൽ വെക്റ്റർ എ ബി അവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ സിംപ്ലി എ എന്ന് പറയുന്നത് ലെങ്ത് ആണെങ്കിൽ അത് യൂസ് ചെയ്തിട്ടും വെക്റ്റർ എ എന്ന് എഴുതാം. നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം. പൊസിഷൻ വെക്റ്റർ. Suppose P is the point x, y, z in the space. Then position vector of P with respect to origin O 0, 0, 0 is vector OP. ഒയും പിയും ജോയിൻ ചെയ്യണ വെക്ടറിനെയാണ് വെക്ടർ ഒ പി എന്ന് പറയുക. അതാണ് പിയുടെ പൊസിഷൻ വെക്ടർ. ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഒ പി ഇസ് സിമ്പൽ കൊടുക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഒ പി ഇസ് ഈക്വൽ ടു നമുക്കറിയാം അത് ഒയുടെയും പിയുടെയും ഇടയിലുള്ള ലെങ്ത്താണ്. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇനി വി യൂഷ്വലി ഡിനോട്ട് പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് പോയിൻറ്റ്സ് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി എക്സെട്ര വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ഒ ബൈ വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി എക്സെട്ര റെസ്പെക്റ്റീവ്ലി. സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി എന്നാണ് യൂസ് ചെയ്യുക. ക്യാപിറ്റൽ എയുടെയും ക്യാപിറ്റൽ ബിയുടെയും ക്യാപിറ്റൽ സിയുടെയും ഒക്കെ പൊസിഷൻ വെക്ടേഴ്സ് ഡിനോട്ട് ചെയ്യാൻ സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി ആ വെക്ടേഴ്സാണ് യൂസ് ചെയ്യുക. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിയുടെ പൊസിഷൻ വെക്ടറാണ് വെക്ടർ ഒ പി ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ വെക്ടർ ആർ. എയുടെ പൊസിഷൻ വെക്ടർ വെക്ടർ ഒ എ ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ വെക്ടർ എ. ബിയുടെ പൊസിഷൻ വെക്ടർ വെക്ടർ ഒ ബി, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ വെക്ടർ ബി. സിയുടെ പൊസിഷൻ വെക്ടറാണ് വെക്ടർ ഒ സി ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ വെക്ടർ സി. അങ്ങനെ ഓരോ വെക്ടേഴ്സും നമുക്ക് പൊസിഷൻ വെക്ടേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം. ഡയറക്ഷൻ കൊസൈൻസ്. സപ്പോസ് വെക്ടർ ആർ മേക്ക് ആംഗിൾസ് ആൽഫ, ബീറ്റ, ഗാമ with the positive direction of x, y, z axis respectively. Then alpha, beta, gamma are called the direction angles and cos alpha, cos beta, cos gamma are called the direction cosines of vector r. Direction cosines are usually denoted by L, M, N respectively. ഒരു വെക്ടർ എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾസ് ആൽഫയും ബീറ്റയും ഗാമയും ആണെങ്കിൽ ആൽഫ, ബീറ്റ, ഗാമ ആർ കോൾഡ് ദ ഡയറക്ഷൻ ആംഗിൾസ് ആൻഡ് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ ആർ കോൾഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദാറ്റ് വെക്ടർ. ഡയറക്ഷൻ കൊസൈൻസ് ഡിനോട്ട് ചെയ്യാൻ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സാണ് എൽ, എം ആൻഡ് എൻ. ഇനി ഫിഗർ നോക്കുക. ഇതിൽ പി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് എക്സ്, വൈ, സെഡ്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ളതാണ്. കോർഡിനേറ്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആയിട്ട് ഉള്ള പാരലലോപിപ്പഡ് കൺസ്ട്രക്റ്റ് ചെയ്താൽ എക്സ് ആക്സിസിലെ ഇൻ്റർസെപ്റ്റാണ് ഒ എ, അതായിരിക്കും എക്സ് കോർഡിനേറ്റ്. അതുപോലെ വൈ ആക്സിസിലെ ഇൻ്റർസെപ്റ്റ് ഒ ബി ആണ് വൈ കോർഡിനേറ്റ്. അതുപോലെ സെഡ് ആക്സിസിലെ ഇൻ്റർസെപ്റ്റ് ഒ സി ആണ് സെഡ്. ഇനി പിയുടെ പൊസിഷൻ വെക്ടർ വെക്ടർ ഒ പി വെക്ടർ ആറായിട്ട് കാണിച്ചിട്ടുണ്ട്.
പിന്നെ അത് എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾസ് ആൽഫ, ബീറ്റ, ഗാമ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഒരു ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. റൈറ്റ് ട്രയാങ്കിൾ ഒ എ പി. അത് മാറ്റി വരച്ചിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിൽ നിന്ന് കോസ് ആൽഫ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ x/r ആണ്. സിമിലർലി ഇതേപോലെ മറ്റ് റൈറ്റ് ട്രയാങ്കിൾസ്, ആദ്യത്തേതാ ഒ ബി പിയും അതേപോലെ ഒ സി പിയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോസ് ബീറ്റ ഈക്വൽ ടു y/r എന്നും കോസ് ഗാമ ഈക്വൽ ടു z/r എന്നും കിട്ടും. ദഫോർ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് വെക്റ്റർ ഒ പി അല്ലെങ്കിൽ വെക്റ്റർ ആർ ആർ x/r, y/r, z/r. Then we can write the coordinates of P as LR, MR, NR. Now these numbers LR, MR, NR, which are proportional to the direction cosines L, M and N, are called direction ratios of vector R, and they are denoted by small a, small b, small c. Now let us consider L square plus M square plus N square. It is equal to x square by r square plus y square by r square plus z square by r square, which is equal to x square plus y square plus z square whole divided by r square, and it is equal to r square by r square, and it is equal to 1. Therefore L square plus M square plus N square is equal to 1. ഇത് പഠിക്കേണ്ട ഒരു റിസൾട്ടാണ് കേട്ടോ. ഇനി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ നോക്കിയാലോ, ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കുക. ഇഫ് എ വെക്റ്റർ മേക്ക് ആംഗിൾസ് ആൽഫ, ബീറ്റ, ഗാമ വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻസ് ഓഫ് എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ്, ദെൻ alpha, beta, gamma are called direction angles. Cos alpha, cos beta, cos gamma are called direction cosines, and they are denoted by LMN, and they are x/r, y/r, z/r. And also L square plus M square plus N square is equal to 1, but A square plus B square plus C square is not equal to 1. Now we will see different types of vectors. First one is zero vector. A vector whose initial and terminal points coincide is called a zero vector or null vector, and it is denoted by 0 എഴുതിയിട്ട് മേലെ വെക്റ്റർ സിമ്പൽ കൊടുക്കുക. സീറോ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആയിരിക്കും. എക്സാമ്പിൾസ് ആർ വെക്റ്റർ എ എ, സിമിലർലി വെക്റ്റർ ബി ബി, എക്സെട്ര. Second is unit vector. A vector whose magnitude is unity is called a unit vector. Magnitude 1 ആയിട്ടുള്ള വെക്റ്ററിനെയാണ് യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുക. The unit vector in the direction of vector A is denoted by a cap. സിമ്പിൾ ശ്രദ്ധിക്കുക, എ എഴുതിയിട്ട് മേലൊരു സിമ്പിൾ ഉണ്ട്, അത് ഇടുക കേട്ടോ. Next is coinitial vectors. Two or more vectors having the same initial point are called coinitial vectors. Here in the figure, vector OL, vector OM, vector ON are coinitial vectors since they have same initial point O. Next is collinear vectors. Two or more vectors which are parallel to the same line irrespective of their magnitudes and directions are called collinear vectors. ഒരു ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്റ്റേഴ്സിനെയാണ് കൊളീനിയർ വെക്റ്റേഴ്സ് എന്ന് പറയുക. അതിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരേ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്റ്റേഴ്സിനെ കൊളീനിയർ വെക്റ്റേഴ്സ് എന്നാണ് പറയുക. ഇൻ ദ ഫിഗർ വെക്റ്റർ എ ബി, വെക്റ്റർ സി ഡി, വെക്റ്റർ ഇ എഫ്, വെക്റ്റർ പി ക്യു, വെക്റ്റർ xy, etc. are collinear vectors since they are parallel to the line L. Next is equal vectors. If two vectors have same magnitude and direction regardless of the position of their initial points, they are called equal vectors. In the figure, vector AB and vector CD are equal vectors because they have same magnitude and same direction. In this case, we write vector AB equal to vector CD. Equal vectors ആവണമെന്നുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കണം, അതുപോലെ ഡയറക്ഷനും സെയിം ആയിരിക്കണം. നെക്സ്റ്റ് ഈസ് ഫ്രീ വെക്റ്റേഴ്സ്.
In this chapter, we are considering the vectors which are free to move. We can move the vector parallel to itself without changing its direction and magnitude. നമുക്കൊരു വെക്ടറിനെ മൂവ് ചെയ്ത് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ഇല്ലാതെ മൂവ് ചെയ്യാം പാരലൽ ടു ദാറ്റ് വെക്ടർ. സച്ച് വെക്ടേഴ്സ് ആർ കോൾഡ് ഫ്രീ വെക്ടേഴ്സ്. നമ്മൾ ഈ ചാപ്റ്ററിൽ കൺസിഡർ ചെയ്യുന്ന വെക്ടേഴ്സ് മുഴുവൻ ഫ്രീ വെക്ടേഴ്സാണ്. പാരലൽ ഡിസ്പ്ലേസ്മെൻറ്റ് of a vector doesn't change its magnitude and direction. They are equal vectors. In the figure, vector AB is displaced to vector A dash B dash. Similarly, displaced to vector A double dash B double dash. Next is negative of a vector. A vector whose magnitude is same as that of given vector but direction is opposite to that of it is called the negative of given vector. ഒരു വെക്ടറിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനത്തെ വെക്ടറിനെയാണ് നെഗറ്റീവ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ദ ഫിഗർ വെക്ടർ ഡി സി ഈസ് ദ നെഗറ്റീവ് വെക്ടർ ഓഫ് വെക്ടർ സി ഡി. Then we write vector DC equal to negative vector CD. Now we will do some problems. Example 1. Represent graphically a displacement of 40 km 30 degree west of south. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ ആദ്യം വരയ്ക്കണം. എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുന്ന പോലെ നോർത്ത് സൗത്ത് അതുപോലെ വെസ്റ്റ് ഈസ്റ്റിൻ്റെ ഡയറക്ഷൻ കൊടുക്കുക. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞിരിക്കുന്നത് 40 കിലോമീറ്റർ ആണ്. പിന്നെ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത് 30 ഡിഗ്രി വെസ്റ്റ് ഓഫ് സൗത്ത്. അപ്പോൾ സൗത്തിൽ നിന്ന് വെസ്റ്റിലേക്ക് 30 ഡിഗ്രി മെഷർ ചെയ്തിട്ട് വേണം വെക്ടർ വരയ്ക്കാൻ. വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 40. അപ്പോൾ ഫിഗറിലുള്ള പോലെ ഫിഗർ 10.4 പോലെ നമുക്ക് വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി വെക്ടർ ഒ പി എന്ന് പേര് കൊടുക്കാം അതിന്. ദെർഫോർ വെക്ടർ ഒ പി റെപ്രസെൻറ്റ്സ് ദ റിക്വയർഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. In example 2, classify the following measures as scalars and vectors. അതിൽ ഫസ്റ്റ് വൺ 5 seconds. അതിൻ്റെ യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ടൈമാണ്. ദെർഫോർ ഇറ്റ് ഈസ് എ സ്കെയിലർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇവിടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബാണ്. ദെർഫോർ ഇറ്റ് റെപ്രസെൻറ്റ്സ് വോള്യൂം. ഹെൻസ് ഇറ്റ് ഈസ് എ സ്കെയിലർ. ഇനി അതിൽ തേർഡ് ക്വസ്റ്റ്യൻ 10 ന്യൂട്ടൺ. യൂണിറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് ഫോഴ്സാണ്. ദെർഫോർ ഇറ്റ് ഈസ് എ വെക്ടർ. നൗ ഫോർത്ത് ക്വസ്റ്റ്യൻ 30 km/h. ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സ്പീഡ്. സ്പീഡാണെങ്കിൽ അത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഫിഫ്ത്ത് വൺ 10 gram/cm³. അപ്പോൾ ഇത് ഡെൻസിറ്റിയാണ്. ദെർഫോർ ഇറ്റ് ഈസ് എ സ്കെയിലാർ. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ 20 m/s ടുവേർഡ്സ് നോർത്ത്. ഇത് വെലോസിറ്റിയാണ്. മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷനും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെലോസിറ്റിയാണ്. ഹെൻസ് ഇറ്റ് ഈസ് എ വെക്ടർ. ഇനി അടുത്ത എക്സാമ്പിൾ. ഇൻ ദ ഫിഗർ വിച്ച് ഓഫ് ദ വെക്ടേഴ്സ് ആർ കൊളീനിയർ ഈക്വൽ കോയിനീഷ്യൽ. ഇപ്പോൾ ഫിഗർ നന്നായിട്ട് നോക്കുക. ഫിഗർ 10.5 അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് കൊളീനിയർ വെക്ടേഴ്സ്? ഫസ്റ്റ് വൺ കൊളീനിയർ ആണ് ചോദിച്ചിട്ടുള്ളത്. കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടേഴ്സാണ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഡയറക്ഷൻ. അപ്പോൾ ഏതൊക്കെ എടുക്കാം? വെക്ടർ എ, വെക്ടർ സി, വെക്ടർ ഡി ആർ കൊളീനിയർ വെക്ടേഴ്സ്. ഇനി അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈക്വൽ വെക്ടേഴ്സ്. ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഡയറക്ഷനും സെയിം ആയിരിക്കണം, മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കണം. അപ്പോൾ വെക്ടർ എയും വെക്ടർ സിയും. വെക്ടർ എ ആൻഡ് വെക്ടർ സി ആർ ഈക്വൽ വെക്ടേഴ്സ്. ഇനി തേർഡ് കോഇനീഷ്യൽ വെക്ടേഴ്സ്. കോഇനീഷ്യൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വെക്ടേഴ്സ് ഹാവിങ് സെയിം ഇനീഷ്യൽ പോയിൻറ്റ്. ഇപ്പോൾ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വെക്ടർ ബി, വെക്ടർ സി ആൻഡ് വെക്ടർ ഡി ആർ കോഇനീഷ്യൽ വെക്ടേഴ്സ്.